എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ക്യൂബി കരിങ്കോളിയും യൂണിക് ഹണിയും ചേർന്നാണ് ഈ ക്ലാസ് നടത്തുന്നത്. ഇത് ക്ലാസ്സിൻ്റെ രണ്ടാം ഭാഗമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ തേനീച്ച കോളനി ഒന്ന് പിരിച്ചിട്ട് റാണീനെ 75% ഈച്ചകളെയും ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ടു. മറ്റു സ്ഥലത്ത് റാണി ഇല്ലാത്ത സ്ഥലത്ത് കാലി 3 ഫ്രെയിമും 3 അടയും അതിൻ്റെ ഉള്ളിൽ ഈച്ചകളും മാത്രം, റാണിയില്ല. ആ ഒരു അവസ്ഥയിൽ വെച്ചിട്ടാണ് നമ്മൾ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റാണിമുട്ട നമുക്ക് ഇന്ന് കട്ട് ചെയ്യണം. ആ റാണിമുട്ട കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള റാണിമുട്ട, അതായത് 3 കോളനിയും കൂടി നമുക്ക് ഇന്ന് പിരിക്കാനുണ്ട്. അപ്പോൾ 3 കോളനി നമ്മളിപ്പോൾ പിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കോളനി നമ്മൾ പിരിച്ചു. അപ്പോൾ അതിൻ്റെ ചിരട്ടയെല്ലാം എടുത്തിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ റാണീനെ കണ്ടെത്തിയിട്ട് റാണിയും അതുപോലെ 75% ഈച്ചകളും വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച പിരിച്ച പോലെ തന്നെ നമ്മൾ ഇന്നും പിരിക്കുന്നുണ്ട്. പിരിച്ചു കഴിഞ്ഞ് 3 എണ്ണം പിരിച്ചതിന് ശേഷം നമ്മൾ റാണിമുട്ട കട്ട് ചെയ്യും. റാണിമുട്ട കട്ട് ചെയ്താൽ നമുക്ക് 3 മുട്ടയിൽ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള മുട്ടകളെല്ലാം നമുക്ക് ഒരു മുട്ടയെ ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 3 മുട്ട നമുക്ക് 3 പിരിച്ചതിലും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാമെന്ന്. അതുകൊണ്ട് വിരിയായ റാണിമുട്ട നിലനിർത്തി ബാക്കി വരുന്ന റാണിമുട്ടകൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. 3നും ഓരോ റാണിമുട്ട കൊടുത്തു. പിന്നെ 8 ദിവസം കാത്തു നിൽക്കാതെ 2 ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് വരും. അപ്പോൾ 8 ദിവസം നമുക്ക് കാത്തു വെക്കേണ്ടി വരില്ല. റാണിമുട്ട കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം കൊണ്ട് അത് വിരിയും. കാരണം അവർ ദിവസവും കഴിഞ്ഞ് റാണിമുട്ട റെഡിയായി. അപ്പോൾ പുതിയതായിട്ട് അവർ റാണിമുട്ട ഉണ്ടാക്കുമ്പോഴാണ് 3 ദിവസത്തെ മുട്ട, 4 ദിവസത്തെ പുഴു, 7 ദിവസത്തെ സമാധി എന്ന് പറഞ്ഞുകൊണ്ട് അവർ റോയൽ ജെല്ലി കൊടുത്തിട്ട് റാണീനെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് റാണിമുട്ട, മറ്റുള്ളവരുണ്ടാക്കിയ റാണിമുട്ട കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നാളെ തന്നെ നമുക്ക് റാണി വരും. അപ്പോൾ നമുക്ക് ഒരാഴ്ചത്തെ പണി അല്ലെങ്കിൽ ഒരു 15 ദിവസത്തെ ലാഭം, നമുക്ക് ഒരു കോളനിയും കൂടെ നമുക്ക് കൂടുതൽ പിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് കോളനി വിറ്റ് കാശുണ്ടാക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് പിരിച്ചാൽ നമുക്ക് നല്ല ലാഭത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. തേനും പൂമ്പൊടിയും അല്ലെങ്കിൽ തേൻ വിഷം ഇതെല്ലാം നമുക്ക് പൈസ കിട്ടുമെങ്കിൽ നമുക്ക് കോളനി വിറ്റിട്ട് നമുക്ക് നല്ലൊരു തുക നമുക്ക് ഇതിലുണ്ടാക്കാം. ഒരു വർഷത്തിൽ ഒരു 100 കോളനിയിൽ നമുക്ക് വിറ്റ് പോകാം. 1500 രൂപയാണ് ഒരു കോളനിക്ക് നമ്മൾ ഈടാക്കുന്നത്. അപ്പോൾ 1500 രൂപ ആകുമ്പോൾ ഒരു കോളനിക്ക് 1.5 ലക്ഷം ഉറുപ്പിയോളം കിട്ടിയില്ലേ ഒരു 100 കോളനിക്ക്. അപ്പോൾ നമുക്ക് എത്ര ചെറിയ കർഷകനായാലും നമുക്ക് അതുപോലെ ഒരു 100 കോളനിയെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. ആവശ്യക്കാർക്കെല്ലാം നമുക്ക് 5-10 കോളനി ആയിട്ട് ഒരു 100 കോളനി വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കോളനിയും പരിശോധിച്ചിട്ട് അടിയിൽ റാണിമുട്ട ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ പിരിച്ച് റാണീനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവന്നത്. റാണിമുട്ടയും ഇല്ല, റാണീനെ നമ്മളിതാ ഈ റാണീനെ നമ്മൾ കണ്ടെത്തി. നമുക്ക് ആദ്യം റാണീനെ കിട്ടിയിട്ടില്ല. രണ്ടാമത് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ചിരട്ടയിലകത്ത് റാണിയുണ്ട്. അപ്പോൾ ആ ചിരട്ടയിലകത്തുള്ള റാണി ഉണ്ടായതുകൊണ്ട് നമുക്ക് 2 നമുക്ക് റാണീനെ കിട്ടിയിരുന്നു. 1 പിരിച്ചതിൽ നമുക്ക് റാണീനെ കിട്ടിയില്ല. അപ്പോൾ റാണീനെ നമുക്ക് ഇപ്പോൾ ആ ചിരട്ട ലാസ്റ്റ് നമ്മൾ വെച്ചിട്ട് ഫീഡിങ് കൊടുക്കാൻ നോക്കുമ്പോൾ അതിനകത്ത് ചിരട്ടക്കകത്ത് റാണിയുണ്ട്. അപ്പോൾ ആ ചിരട്ടക്കകത്ത് റാണിയിൽ നിന്ന് നമ്മൾ ഇത് കണ്ടു. അതിനിപ്പോൾ ആ ചിരട്ടയിൽ നമ്മൾ പഞ്ചസാര ലായനി ഒഴിക്കാതെ ബാക്കിയുള്ള 2 ചിരട്ടയിൽ മാത്രം നമ്മൾ പഞ്ചസാര ലായനി വെക്കുന്നത്. പഞ്ചസാര ലായനിയുടെ കണക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, 1:1 ആണ്. 250 ഗ്രാം പഞ്ചസാരക്ക് 250 ഗ്രാം വെള്ളം. അതായത് ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക, സ്റ്റീൽ ഗ്ലാസ് നിറയെ പഞ്ചസാര എടുക്കുക, അതേ അളവിൽ വെള്ളം എടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ല തണുത്ത ശേഷം തേനീച്ച കോളനിയുടെ ചിരട്ട നല്ല വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ ഫീഡിങ് കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ജൂൺ 15 മുതൽ ആഗസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ 15 വരെ നമ്മൾ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം നല്ല തൊട്ട് എല്ലാ ആഴ്ചയും അടിപ്പല വൃത്തിയാക്കുകയും അതുപോലെ ഈ ലായനി കൊടുക്കുകയും അത് നിർബന്ധമായിട്ട് ചെയ്യണം. എന്നാലും മാത്രമേ നമ്മുടെ കോളനി നമ്മൾക്ക് ഈ പെട്ടിക്കകത്ത് നിൽക്കൂ, അല്ലെങ്കിൽ അവർ തുടർന്ന് കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട, നമ്മളെ പെട്ടീനെ നമ്മൾ ഉറപ്പുവരുത്തണം, നമ്മൾ അതുപോലെ ചെയ്യണം. അപ്പോൾ ഈ കോളനിയിൽ പുറത്ത് നമ്മൾ പിരിച്ച കോളനിയാണ്. ഇപ്പോൾ ഈ പിരിച്ച കോളനിയിൽ പുറത്ത് ഈച്ചകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കണം. സംബന്ധമായ എല്ലാ പ്രവേശന കവാടം ക്ലോസ് ചെയ്തിട്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത്. ഇതിൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല, കുറേ ഈച്ചകൾ ഇവിടെ പുറത്തായി പോകും. അതുകൊണ്ട് നമ്മൾ ലോക്ക് ചെയ്യാതെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവെക്കുന്നത്. നേരത്തെ സ്റ്റാൻഡ് തറച്ച സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവെക്കുന്നത്. റാണി ഇല്ലാത്ത പെട്ടീനാണ് നമ്മൾ ഇവിടെ വെക്കുന്നത്. റാണി ഇല്ല പെട്ടി നമ്മൾ അവിടെ വെച്ചു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്. പിന്നെ തേനീച്ചകൾക്ക് 3 കാലങ്ങളുണ്ട്: ക്ഷാമകാലം, വളർച്ചാകാലം, തേൻകാലം. ഈ 3 കാലത്തിലെ വളർച്ചാകാലം ഡിഫറെൻ്റ് ആയിട്ട് പണിയാണ് തേനീച്ചകൾക്ക് എടുക്കുന്നത്. എപ്പോഴും ഇപ്പോൾ നമ്മളൊരു പശുവിനെ വളർത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പട്ടീനെ വളർത്തുന്നത് പോലെയോ അല്ല തേനീച്ചനെ വളർത്തുന്നത്. തേനീച്ച ഒരു കുടുംബം